ബിംബങ്ങൾ ആരാധിച്ചുകൊണ്ട് സമയം കൊല്ലുന്ന സമൂഹമേ, നിങ്ങൾ അതിനെ മാറ്റിയിട്ടുകൊണ്ട് പടച്ച റബ്ബിലേക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലണേ. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. ഉന്നതനായ സമുന്നതനായ പടച്ച റബ്ബിനോട് ഞാൻ പാപമോചനത്തിന് അർത്ഥിക്കുന്നു എന്ന് നിങ്ങൾ പടച്ച റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചൊല്ലണേ. ഇന്നഹു കാന ഗഫാറ. അല്ലാഹു എല്ലാ പാപങ്ങളും പുറത്തു നൽകുന്നതാണ്. തീർന്നില്ല. യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ. അതിശക്തമായ കുത്തിച്ചൊരിയുന്ന കാരുണ്യത്തിന്റെ മഴ അല്ലാഹു നിങ്ങൾക്ക് വർഷിക്കുമേ. മഴയില്ലാതെ വിഷമിക്കുന്ന സമൂഹമേ, നിങ്ങൾക്ക് കാരുണ്യത്തിന്റെ മഴ അല്ലാഹു വർഷിച്ചു നൽകുകയാണ്. കുളങ്ങൾ വറ്റി വരേണ്ടവരെ, കിണറുകളിൽ വെള്ളമില്ലാതെ വിഷമിക്കുന്നവരെ, തടാകങ്ങളിൽ വെള്ളമില്ലാതെ ദുആ ചെയ്യുന്നവരെ, ഇസ്തിഗ്ഫാർ ചൊല്ലി നിലകൊണ്ടാൽ പാപം പൊറുക്കുക മാത്രമല്ല, കാരുണ്യത്തിന്റെ മഴ അല്ലാഹു വർഷിക്കുകയാണ്. തീർന്നില്ല. വയുംദിദുകും ബിഅംവാലിൻ വബനീൻ. സമ്പത്ത് അല്ലാഹു നിങ്ങൾക്ക് അധികരിപ്പിക്കുകയാണ്. പെർവാട് കടപ്പുറത്തുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ, പകലന്തിയോളം പണിയെടുത്തിട്ടും സമ്പത്ത് കുറവാണെന്ന് അവകാശവാദം ഉന്നയിക്കുന്ന സഹോദരി, എന്റെ ഭർത്താവ് പാവപ്പെട്ടവനാണ്, അദ്ദേഹം കടലിലാണ് ജോലി ചെയ്യുന്നത്, അദ്ദേഹം ഒരുപാട് സമ്പാദ്യമൊന്നുമില്ല ഉസ്താദേ, ഞങ്ങൾക്കൊരു വീട് വേണമെന്ന് ആശ വെക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണേ. നിസ്കാരത്തിന് ശേഷം ചാടി എഴുന്നേറ്റ് പോകാതെ അസ്തഗ്ഫിറുല്ലാഹൽ അദീം ചൊല്ലണേ. അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ ഉണ്ടല്ലോ, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ യസ്തഗ്ഫിറു ലഹു 70 മറ ഔ 100 മറ. എല്ലാ ദിവസവും 70 പ്രാവശ്യമോ 100 പ്രാവശ്യമോ ആയിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഇസ്തിഗ്ഫാർ ചൊല്ലുമായിരുന്നു. അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്നുള്ളത് പാപമോചനത്തിന് മാത്രമുള്ള ദിക്റല്ല എന്നതിന് ഏറ്റവും വലിയ തെളിവാണിത്. കാരണം റസൂലുള്ളാഹിക്ക് പാപമില്ല, പാപ സുരക്ഷിതത്വമുള്ള പ്രവാചകനാണ്. ആ പ്രവാചകൻ എല്ലാ ദിവസവും 100 വട്ടം ഇസ്തിഗ്ഫാർ ചൊല്ലിയിരുന്നെങ്കിൽ അതിന്റെ മഹത്വം വളരെ വലുതാ. നിസാരമാക്കല്ലേ ഉമ്മ. 100 വട്ടം എല്ലാ ദിവസവും ഇസ്തിഗ്ഫാർ ചൊല്ലൽ നമുക്ക് നിർബന്ധമാണ്. കാരുണ്യ